നമസ്കാരം. കേരളത്തിലെ ആരോഗ്യരംഗം വളരുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആശുപത്രികൾ കേരളത്തിലേക്ക് വരുന്നുണ്ട്. അത്തരത്തിലൊരു ആശുപത്രിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി. ഹോസ്പിറ്റലിലെ കൂടുതൽ വിവരങ്ങൾ അറിയാം. അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, ഈ പേര് ജനങ്ങൾക്കിടയിൽ വെരി ഫെമിലിയർ ആയി കഴിഞ്ഞു. ഇന്ന് എൻ്റെ കൂടെയുള്ളത് CEO ഓഫ് അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, മിസ്റ്റർ നീലകണ്ഠൻ സാറാണ്. വെൽക്കം സാർ, വെൽക്കം ടു ദ ഷോ. നമസ്കാരം. ആക്ച്വലി സാറ് തമിഴ്നാട്ടിൽ നിന്നാണ് ഒറിജിൻ ആൻഡ് ഹി ആക്ച്വലി മൂവ് ടു കേരള. സോ സാർ, അഡ്ലക്സ് ഹോസ്പിറ്റൽ ഇപ്പോൾ മാർക്കറ്റിൽ ലീഡറാണ്. ഹോസ്പിറ്റൽ സെക്ടറിലെ വൺ ഓഫ് ദ ടോപ്പ് ലീഡേഴ്സാണ്. അപ്പോൾ ഒരുപാട് ഒരുപാട് സ്ട്രാറ്റജീസ്, ഒരുപാട് റിസർച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ പേരിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. സോ വാട്ട് ആർ യുവർ വിഷൻ ആൻഡ് മിഷൻ? അപ്പോളോ തുടങ്ങിയിട്ട് 37 വർഷമായി. ഇത് 37ാമത് വർഷമാണ്. അപ്പം 37 വർഷം കഴിഞ്ഞിട്ടാണ് അപ്പോളോ കേരളത്തിലേക്ക് എൻ്റർ ആവുന്നത്. ഹെറിറ്റേജ് ആൻഡ് മാർക്കറ്റ് ലീഡർ ഹോസ്പിറ്റൽ ഇൻ കേരള, കൊച്ചി, അങ്കമാലി. ദാറ്റ് ടു മോർ സ്പെസിഫിക്കലി കറുകുറ്റിയിൽ. ഇത് എന്താ വെച്ചാൽ ഇത് ഒരു co-ventured project by Apollo and Adlex ആണ്. The property is completely done by Adlex Group, which is actually headed by Mr. Sudhishan. He is a Kuwait-based NRI ആണ്. So പുള്ളിയാണ് കംപ്ലീറ്റ്ലി ഈ പ്രോജക്റ്റിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോളോ എന്ന് പറഞ്ഞ I think most of the people would have heard this name at some point of time in their life. ഒരു ഹെൽത്ത് കെയറിനെ കുറിച്ച് സംസാരിക്കുമ്പം അപ്പോളോൻ്റെ പേര് കേൾക്കാതെ ആൾക്കാർ വളരെ ചുരുങ്ങിയ ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അപ്പം ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ ലെജൻഡറി പ്രസൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് കെയർ ഫോർ ദ ലാസ്റ്റ് 37 years, which is actually founded by Dr. Pradap C. Reddy, based in Chennai. First hospital was started in Chennai. Then now it is across the country. So അങ്ങനെയാണ് ഇപ്പം 73ാമത്തെ ഹോസ്പിറ്റൽ ഇവിടെ തുടങ്ങിയത്. So this hospital is a 350 bed facility. In the first phase, we are having another plan. We are coming up with another block which is called as an international block. That will have another about 300 bed facility. We also have a bigger plans like starting nursing colleges and so on and so forth. So to put it in a nutshell, this place, especially this Angamali, is going to become a real healthcare city, or you can call it as a Medi-City. ഇപ്പോൾ കേരളത്തിലെ ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷാർപ്പായിട്ടുള്ളൊരു സിസ്റ്റമാണ്. അതുപോലെ തന്നെ കേരള ജനങ്ങളാണെങ്കിലും മിനിസ്ട്രി ഒക്കെ ഇപ്പോൾ നമ്മൾ കൊറോണ സമയത്ത് അതേപോലെ നിപ്പ സമയത്തൊക്കെ എടുത്ത ഒരു ആക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഷാർപ്പായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ 73ാമത്തെ ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇപ്പോൾ കേരളത്തിൽ വരുന്നത്. അപ്പോൾ അതിലേക്ക് എത്തുമ്പോൾ എന്തെങ്കിലും പ്രത്യേക സ്ട്രാറ്റജീസ്, എന്തെങ്കിലും സ്പെഷ്യൽ ഹോംവർക്സ് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? So in fact, your question itself has got an answer. Thing is, ഞാൻ ഒരു ഹെൽത്ത് കെയറിനെ കുറിച്ച് അറിയാതെ സ്ഥലത്ത് പോകുമ്പോഴാണ് എനിക്ക് പ്രിപ്പറേഷൻ കൂടുതൽ വേണം. ഇത് ഹെൽത്ത് കെയറിനെ കുറിച്ച് നല്ലോണം അറിവുള്ള സമൂഹത്തിലേക്കാണ് അപ്പോളോ വരുന്നത്. So it makes my job much easier because I don't have to really do a lot of promotion about my hospital. That's one of the reasons, if you see, Kochi തന്നെ big hospitals, you take any brands, it is available here. It's because one reason is that Kerala has got elder population more when compared to other states. So automatically the
need for healthcare, need for hospital also has become more. That is the point number one. The second point is that people are well aware of healthcare requirements. That's a well-read people. So I always admire the healthcare systems of Kerala because, as you mentioned, be it Nipah, handling Nipah, be it handling the coronavirus, state has always set an example for other states to follow. I think I must mention at this point of time, the first line treatment center was set up in Kerala, that too in Adlex facility. Wow. We were the first one to voluntarily give to the government our Adlex Convention Center, the exhibition center, which can accommodate about more than 300 beds facility. Okay. So we were the first one to offer this facility, and this became a model for the entire country to follow. The FLTC facility was first created in Adlex facility, and at this point of time I must really thank the philanthropic mind of Mr. Sudhishan, the promoter of the group. And in fact, he only called me and he directly called the collector and told that, doctor, this facility can be taken for the people of Kerala, and let this be a contribution from the group. So, അപ്പം നിങ്ങളുടെ ചോദ്യത്തിന് ആൻസർ പറയണമെങ്കിൽ, in fact, I don't need to really have any specific strategies to launch the hospital because people know where the best possible care is available. Okay. That makes my job much easier. എനിക്ക് നിങ്ങളുടെ ടാഗ് ലൈൻ ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. ദ 3 A's, അഡ്വാൻസ്, ആക്സസിബിൾ, അഷ്യൂറൻസ്. ഇത് പറയുമ്പോൾ ഇത് മൂന്നും മാനേജ് ചെയ്ത് പോവുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹെവി ടാസ്ക്കാണ്. സോ ഹൗ യു ഗൈസ് ഡു ഇറ്റ്? സോ ആക്സസിബിൾ എന്ന് പറയുമ്പം പൊതുജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയണമെങ്കിൽ, ഈസ് ഇറ്റ് ആക്സസിബിൾ ലൊക്കേഷൻ, ഈസ് ഇറ്റ് ആക്സസിബിൾ ടു ദ നോർമൽ പീപ്പിൾ ഇൻ ടേംസ് ഓഫ് കാസ്റ്റ്. അപ്പം അതാണ് ആക്സസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം പൊതുവേ അപ്പോളോ എന്ന് പറയുമ്പം ആൾക്കാർക്ക് ഒരു ചെറിയൊരു സംശയമുണ്ട്, വിൽ ഇറ്റ് ബി വെരി കോസ്റ്റ്ലി? ഇത് ഒരു പൈസ ഉള്ള ആൾക്കാണോ ഈ ഫെസിലിറ്റി? വിച്ച് ഈസ് അബ്സല്യൂട്ട്ലി നോട്ട് റൈറ്റ്. ബിക്കോസ് പലരും വിചാരിക്കും ഇപ്പം ഒരു ചെന്നൈ അപ്പോളേക്ക് പോയാൽ ചിലപ്പം ഒരു പർട്ടിക്കുലർ സർജറിന് 4 ലക്ഷം 5 ലക്ഷം കാസ്റ്റ് ആവുമെന്ന് വെച്ചോ. We are not following the same tariff here. We always, when we do a hospital in different location, we look at the same market. ഇപ്പം കൊച്ചിയിലുള്ള ഹോസ്പിറ്റലിൽ ആ സെയിം സർജറിക്ക് വാട്ട് ഈസ് ദ കാസ്റ്റ്, എത്ര ചാർജ് ഉണ്ടെന്ന് നോക്കിയിട്ട് ആ രീതിയിലാണ് നമ്മൾ പാക്കേജും ചാർജസ് സെറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ടൈലർ മെയ്ഡ് ടു ദ ലോക്കൽ മാർക്കറ്റ്. സോ അങ്ങനെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇൻഫാക്ട് ടു പുട്ട് ഇറ്റ് വെരി ക്ലിയർലി, in cost front, we have kept on comparable category of hospital at least or 10 to 15% lower, so that let the people experience the benefit of Apollo care. Yeah. So that is the point of the accessibility. Advanced, you mentioned about advanced care. Advanced means what? It's purely related to the technology. Apollo has always played a major role in bringing the latest technology possible in the country or in the world. In fact, today if you ask me, all the Apollos has got the latest advanced technologies that is possible in the healthcare world. And whatever is introduced in other country today, in real time it is getting introduced in India also. And for such thing, Apollo has always played a major role in bringing the latest technology, be it robotic surgery or artificial intelligence, so many things. Whatever you say, everything is possible and everything is available with Apollo. That's about the advanced thing. The third one is directly related to the outcome. What is the promise that I can give you as a healthcare provider? You are coming to our hospital with a health condition. Am I providing a proper solution to your health condition or not? That's a question. That's a point. So it is all directly related to the outcome that we give. What is the outcome that I am able to give? If you compare that, our outcome is
you can easily compare with any of the international standards, be it in US standard or a European standard or UK standard. Our outcome standards can be easily compared with any standards of the world. So that's about the 3 points which you mentioned. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ നാട്ടിലെന്നുള്ള ഒരുമാതിരിപ്പെട്ട ഏത് ഹോസ്പിറ്റൽ എടുത്താലും ആ ഹോസ്പിറ്റൽ ഏതെങ്കിലും ഒരു സെക്ടറിൽ സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും. അങ്ങനെയായിരിക്കും ആ ഹോസ്പിറ്റലിനെ എപ്പോഴും ബ്രാൻഡ് ചെയ്യുക. ബട്ട് വെൻ ഇറ്റ് കംസ് ടു യുവർ ഹോസ്പിറ്റൽ അതൊരു എന്താ പറയുക, എല്ലാത്തിലും സ്പെഷ്യലൈസ്ഡ് ആണ്, എല്ലാത്തിലും അഡ്വാൻസ്ഡ് ആണ് എന്നുള്ളൊരു ടോക്കാണ് നമുക്ക് മൊത്തത്തിൽ ജനങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടുന്നത്. സോ അതെങ്ങനെയാണ് അത് സാധിക്കുന്നത്? A human body consists of many things, right? If I ask you, is it eye is important for you or is your heart is important for you? You will say both. Yes. We adopt because we are in the services of treating human body. So I can't afford to focus on one area and leave the other area to go. So basically what we are looking at is that how we can provide a comprehensive health care to the people. That's one of the reasons why we are equally focusing on every specialty. Of course, we have something called Center of Excellences. Always Apollo has proven its record in cardiac sciences, neurosciences, transplants, so on and so forth. So actually the Center of Excellences has always given the best possible results when you compare across the world. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഹോസ്പിറ്റലിൻ്റെ ന്യൂസൊക്കെ കാണാൻ നേരത്ത് ഫ്രീ ആംബുലൻസ് സർവീസ് കൊടുക്കുന്ന കാര്യം, അതേപോലെ ഫ്രീ ഡയാലിസിസിനെ ഹെൽപ്പ് ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് എന്താ പറയുക ഒരുപാട് ഓഫേഴ്സ് ജനങ്ങളിലേക്ക് കൊടുക്കുന്നത് കണ്ടു. അപ്പോൾ സാധാരണ ജനത്തിന് വേണ്ടിയിട്ട് എന്താണ് നിങ്ങളുടെ ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത്? So probably I put it like this. I look at it as a social commitment. ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വെൻ വി ആർ ഇൻ ദി കെയർ ഓഫ് ഹെൽത്ത് കെയർ ആൻഡ് വാട്ട് ഈസ് ദാറ്റ് ഐ ക്യാൻ ഗിവ് ഇറ്റ് ബാക്ക് ടു ദ കമ്മ്യൂണിറ്റി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഐ ഹാവ് ടു ആൻസർ ആസ് എ കോർപ്പറേറ്റ് പേഴ്സൺ. സോ അങ്ങനെ നോക്കുമ്പം ഫസ്റ്റ് ഓഫ് ഓൾ am I an acceptable brand in my own community where I am present? അങ്ങനെ പറഞ്ഞാൽ ഇപ്പം ഐ എം കറൻ്റ്ലി സിറ്റിംഗ് ഇൻ എ പ്ലേസ് കാൾ കർഗുട്ടി വിച്ച് ഇസ് ഇൻ അങ്കമാലി ഏരിയ. So what we have done is that we have initiated some schemes called neighborhood schemes. നെയ്ബർഹുഡ് സ്കീംസ് എന്ന് പറഞ്ഞാൽ ഈ അടുത്തുള്ള പഞ്ചായത്തിൽ ഉള്ള നെയ്ബർഹുഡ്സിൻ്റെ ആൾക്കാർ, എസ്പെഷ്യലി ദി റെസിഡൻറ്റ് അസോസിയേഷൻസ് എല്ലാവരും വിളിച്ചിട്ട് അപെക്സ് കൗൺസിലായിട്ട് വി ഹാവ് ഗിവൻ സംതിങ് കാൾഡ് പ്രിവിലേജ് കാർഡ്. So basically, the privilege card has a lot of benefits, like when they come in for OP, there is a discount, there is an IP discount, and there is a discount in the investigations. അങ്ങനെ കുറേ ഫെസിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. So what we have done is that we have given this privilege card to almost close to about more than about 80 to 100 resident associations in the vicinity of the hospital. That is the one thing which we have done. When the corona period was there, and even now, we have actually dedicated one small ambulance only to cater to the needs of the transport needs of the people, because earlier there was a lot of restrictions on travel. Normal vehicles were not allowed to get into the road. അപ്പം അങ്ങനെയുള്ള സമയത്ത് റിയൽ ഹെൽത്ത് കെയർ നീഡ്സ് ഉള്ളവർ ഹോസ്പിറ്റലിലേക്ക് മൂവ് ചെയ്യാനും തിരിച്ചു പോകാനും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് നോക്കിയിട്ടാണ് നമ്മൾ ഒരു 10 to 15 കിലോമീറ്റർ റേഡിയസിലേക്ക് എപ്പം വിളിച്ചാലും നമ്മുടെ ഫ്രീ പിക്കപ്പ്, നമ്മുടെ വണ്ടി പോയി അവിടെ പിക്കപ്പ് ചെയ്ത് അവിടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കാണിച്ച് തിരിച്ചു കൊണ്ടേ ആക്കണ വരെ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്തിരുന്നു. സോ അത് ഒരുപാട് ആൾക്കാർ അതിന് അവെയിൽ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ആരോഗ്യരംഗത്തിലുള്ള ഒരുപാട് ക്ലാസ്സസ്, ഫസ്റ്റ് എയ്ഡ് ക്ലാസ്സസ്, CPR, നമ്മൾ എസ്പെഷ്യലി ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന ഒരു മനുഷ്യനെ എങ്ങനെ ആ ജീവിതത്തെ തിരിച്ച് കൊണ്ടുവരാൻ പറ്റുന്നുള്ള ഒരു ക്ലാസ്സസ്, അതേപോലെ പല ഹെൽത്ത് അവയർനെസ് ടോക്സ് ഇൻ കമ്മ്യൂണിറ്റി, എസ്പെഷ്യലി നോട്ട് ടു ദ ഡോക്ടേഴ്സ്, കമ്മ്യൂണിറ്റി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലാ ആഴ്ചയും ആൾമോസ്റ്റ് ഇപ്പം ഒരു വീക്ക് എടുത്താൽ അറ്റ്ലീസ്റ്റ് ഒരു 3 to 4 days our marketing team and our public relation team is in the community arranging such kind of programs. I look at basically this as my social commitment to the community.
ഓക്കെ, ഗ്രേറ്റ് ഗ്രേറ്റ്. ആസ് സാർ ഓൾറെഡി മെൻഷൻ, നിങ്ങളിപ്പം ഹോസ്പിറ്റൽ രംഗത്തെ ടോപ്പ് ലീഡിങ് ഹോസ്പിറ്റൽസ് ആണ്. സോ വാട്ട്സ് ദ ഫ്യൂച്ചർ? ഇനിയും എന്താണ് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇനി വേറെ എന്തെങ്കിലും ബിസിനസ്സിനകത്തേക്ക് കൊളാബ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ? യെസ്, ഞാൻ ബിഗിനിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം നമ്മളിപ്പോൾ ദിസ് ഒരു 350 ബെഡ് ഫെസിലിറ്റി ആയിട്ടാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. അവർ പ്ലാൻ ഇപ്പം ഇവിടെ എല്ലാ സ്പെഷ്യാലിറ്റീസും ഉണ്ട്. അപ്പം ഇല്ലാത്ത സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ദർ ആർ ഓൺലി ദി റേഡിയേഷൻ ഓൺകോളജി ഈസ് നോട്ട് ദെയർ. സോ ക്യാൻസർ ട്രീറ്റ് ചെയ്യാനുള്ള റേഡിയേഷൻ ഓൺകോളജി ഫെസിലിറ്റി ഈസ് നോട്ട് ദെയർ. അതുമാത്രമല്ല ഒരു ഇൻ്റർനാഷണൽ ബ്ലോക്ക്, അപ്പം ഒരു ഇൻ്റർനാഷണൽ പേഷ്യൻസ് ട്രീറ്റ് ചെയ്യണം. പിന്നെ ഹോളിസ്റ്റിക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുക, ഒരു ആയുർവേദിക്, ബിക്കോസ് കേരളത്തിലിരുന്നിട്ട് ഐ ഹാവ് ടു ടോക്ക് അബൌട്ട് ആയുർവേദ ആൾസോ. സോ അപ്പം ഒരു ഹോളിസ്റ്റിക് ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റി കൊണ്ടുവരാനുള്ള ഒരു സംവിധാനം, അങ്ങനെ ഒരു സെക്കൻഡ് ബ്ലോക്ക് വിത്ത് ആൾമോസ്റ്റ് ഒരു 325 ബെഡ്സ് ഫെസിലിറ്റി ആയിട്ട് സെക്കൻഡ് ബ്ലോക്ക് വരാൻ പോവാണ്. അടുത്ത മേ ബി ഒരു 1 or 2 years കൊണ്ട് മറ്റു ബ്ലോക്കും കൂടി റെഡിയാവും. വൺസ് അത് റെഡിയായി കഴിഞ്ഞാൽ ദിസ് വിൽ ബിക്കം ആൾമോസ്റ്റ് ലൈക്ക് 650 ബെഡ് ഫെസിലിറ്റി ആയിട്ട് മാറും. സോ ദാറ്റ് ഈസ് അവർ ഫ്യൂച്ചർ. അപ്പാർട്ട് ഫ്രം ദാറ്റ് വി ഓൾസോ ഹാവ് പ്ലാൻസ് ഓഫ് സ്റ്റാർട്ടിംഗ് നഴ്സിംഗ് സ്കൂൾസ് ആൻഡ് കോളേജസ് ആൻഡ് മേ ബി ആൾ അലൈഡ് ഹെൽത്ത് സയൻസസിൻ്റെ കോഴ്സസും പ്ലസ് ഡിപ്പെൻഡ് പ്രോഗ്രാംസ്, മെഡിക്കൽ പ്രോഗ്രാമിൽ തന്നെ ഡിപ്പെൻഡ് പ്രോഗ്രാംസ് എന്ന് പറയും. ഡിപ്ലോമാറ്റ് നാഷണൽ ബോർഡിൽ ഒരു വേരിയസ് സ്പെഷ്യാലിറ്റീസിൻ്റെ ഡോക്ടേഴ്സിന് ഉള്ള ഒരു PG പ്രോഗ്രാമാണ്. അത് തുടങ്ങാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അതേപോലെ തന്നെ ആൾ ടൈപ്സ് ഓഫ് ട്രാൻസ്പ്ലാന്റ്സ് ലൈക്ക് ലിവർ ട്രാൻസ്പ്ലാന്റ്സ്, കിഡ്നി ട്രാൻസ്പ്ലാന്റ്സ്, ഹാർട്ട് ട്രാൻസ്പ്ലാന്റ്, ലങ് ട്രാൻസ്പ്ലാന്റ്, ഇങ്ങനെ എല്ലാ ട്രാൻസ്പ്ലാന്റിൻ്റെ പ്രോഗ്രാമും ഇവിടെ വരാൻ പോവുകയാണ്. സോ ദീസ് ആർ ഗോയിങ് ടു ബി അവർ ഫ്യൂച്ചർ പ്രോഗ്രാംസ്. അപ്പോൾ സാർ, ബാക്കി ഹോസ്പിറ്റൽസിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഹോസ്പിറ്റൽ ഫീൽഡ് പറഞ്ഞാൽ ഭയങ്കര കോമ്പറ്റീറ്റീവായിട്ട് നടന്നു പോയിക്കൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ബാക്കി ഹോസ്പിറ്റൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഒരു എന്താ പറയുക യുണീക്കായിട്ട് അപ്പോളോ അറ്റ്ലക്സ് ഹോസ്പിറ്റലിനുള്ളത്? ബേസിക്കലി ഐ ജസ്റ്റ് വാണ്ടഡ് ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ ഇൻ 2 ways. ഒന്ന്, generally I don't use the word competitive because it's a need of the public. Today, if you look at the statistics, there is a need for healthcare beds availability for general public. So, ഇന്നും ഒരു 10 അപ്പോളോ ഇവിടെ വന്നാലും സ്റ്റിൽ യു നീഡ് മോർ ബെഡ്സ്. സോ ഐ ഡോണ്ട് ലുക്ക് അറ്റ് ആസ് എ കോമ്പറ്റീഷൻ. ഇൻഫാക്ട് വി ആൾവേസ് ലുക്ക് all our healthcare providers are fellow colleagues and we always go along with them. So it's not a competition at all. In fact, additional facility is getting into the land of God's own country. So that's how I look at it. Okay, the second point of your question is that building, anybody can build it. Equipments, anybody can buy it. But there is something called care that only people with a humane nature or humane attitude can provide that. Apollo from beginning, from start, always believe that how can I provide the best possible care to the people. That's why our line is called as touching lives. So the touching lives means how can I touch your lives? How can I become a part of your life? That's what it means. So we always try to give the best care possible, considering that as you are my relative or you are my father or mother or a sister or a brother. We always consider like that. So that's the only thing which probably Apollo is trying to give. Maybe facilities and equipments and all sort of things which I told, every one of whoever has got money can buy it. But the best care cannot be bought, it can be only provided. So I probably will put it like this. We don't look at anybody as a competition and we try to give the best possible care with a humane attitude. Okay, so that's make you guys different. Yes. Anyway, thank you for your time, sir, and all the best. Thank you so much. Namaskaram. അപ്പോളോ അറ്റ്ലക്സ് ഹോസ്പിറ്റലിലെ ഡയറക്ടർ ഓഫ് മെഡിക്കൽ സർവീസായ ഡോക്ടർ അനിൽ SR ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. വെൽക്കം സാർ, വെൽക്കം ടു ദ ഷോ. Namaste. How are you, sir? I'm good. How are you? Yeah, I'm great. Thank you. സാർ, നമ്മളിപ്പോൾ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള റിസർച്ചിലും സ്റ്റഡീസിലൊക്കെ കുറേ ഇൻഫോർമേഷൻസ് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ ഹോസ്പിറ്റലിൽ ഒരു സ്പെഷ്യാലിറ്റി എല്ലാ മേഖലകളിലും
സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ബാക്കി ഹോസ്പിറ്റലിലെ പോലെ കാർഡിയാക്കിലോ അല്ലെങ്കിൽ ഡെന്റിസ്റ്റ് അങ്ങനെ ഏതെങ്കിലും ഒരു ഏരിയയിലല്ലാണ്ട് എല്ലാത്തിലും സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പോളോ ബ്രാൻഡ് ഇന്ത്യയിലും പുറത്തുമൊക്കെ ഫേമസ് ആയിരിക്കുന്ന ചില സ്പെഷ്യാലിറ്റികളുണ്ട്. പക്ഷേ ഇൻ ജനറൽ നമ്മൾ ഒരു കംപ്ലീറ്റ് ഓവറോൾ കെയറാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പം എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റാണ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോളോയിൽ വെരി ഏർലി നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്. എമർജൻസി കെയർ എന്ന് പറഞ്ഞത് ഇന്ത്യയിൽ ആദ്യം കൊണ്ടുവന്നതും അപ്പോളോ ആണ്. അത് അപ്പോളോ ഹൈദരാബാദിലാണ് ആദ്യം വന്നത്. ഒരു സ്പെഷ്യാലിറ്റി ഡെവലപ്പ് ചെയ്ത് വന്നത്. അപ്പം അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ എമർജൻസി കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മുടെ ഹോസ്പിറ്റൽ NHൻ്റെ സൈഡിലാണല്ലോ, അതുപോലെ തന്നെ അതുകൊണ്ട് ട്രോമയും അതൊക്കെ വരാനുള്ള സാധ്യത നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതിനകത്ത് നമുക്ക് ആവശ്യത്തിനായ കൺസൾട്ടൻസ് ഉണ്ട്. ആക്ച്വലി 4 ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ആഡിക്വറ്റ്ലി സ്റ്റാഫ്ഡാണ്. അവിടുത്തെ നഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റും നമ്മൾ അതിനുവേണ്ടി സ്പെഷ്യലായിട്ട് ട്രെയിനിങ് കൊടുത്ത ആൾക്കാരാണ്. അപ്പോൾ അത്യാഹിതമായിട്ട് ഒരു അസുഖമായിട്ട് വന്നു കഴിഞ്ഞാൽ അവർ നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ സ്റ്റെബിലൈസ് ചെയ്യാനും പ്രൈമറി കെയർ പ്രോപ്പറായിട്ട് കൊടുക്കാനും ഉള്ള ഒരു ഫെസിലിറ്റി നമ്മുടെ ഹോസ്പിറ്റലുണ്ട്. അത് അപ്പോളോയുടെ ഒരു പ്രത്യേകതയാണ്. ഇന്ത്യയിലും അപ്പോളോ ഹോസ്പിറ്റൽ പുറത്തുള്ള ഹോസ്പിറ്റലിൽ എല്ലാം എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി സ്റ്റെബിലൈസ് ചെയ്ത് 30 മിനിറ്റിനുള്ളിൽ തന്നെ ആ ഹൃദയത്തിലെ രക്തധമനി തുറക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് നമ്മൾ കൊടുത്തിരിക്കും. അവിടെ തന്നെ അതുപോലെ തന്നെ പുള്ളി അവിടുന്ന് കൊണ്ടുപോയി ഹാർട്ട് അറ്റാക്ക് കാരണം അത് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് നമുക്ക് തുറക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണെങ്കിൽ നമ്മളത് ചെയ്തിരിക്കും. ആക്ഷനാണ്. അപ്പം വന്നു കഴിഞ്ഞ് ഈ ഏതൊരു അത്യാഹിതം സംഭവിച്ച ആദ്യത്തെ 1 മണിക്കൂറാണ് ആ ഗോൾഡൻ പീരീഡ്. ആ പീരീഡിൽ വേണം നമുക്ക് ചെയ്യാനുള്ള എല്ലാം ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് ഞാൻ സമയം പോവുകയാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു പെട്ടെന്നൊരു ഓക്സിജൻ്റെ ഒരു അളവ് കുറയുകയാണെങ്കിൽ ബ്രെയിനിന് 3 മിനിറ്റ് മാത്രമേ അത് താങ്ങി നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഹാർട്ട് നിന്ന് പോകണമെങ്കിലും അത്രയും പെട്ടെന്ന് തന്നെ അത് ഇൻ്റർവീൻ ചെയ്ത് നമ്മൾ സർക്കുലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുള്ള കെൽപ്പുള്ള ആൾക്കാരെയാണ് നമ്മളെ ഡോക്ടേഴ്സും അതുപോലെ തന്നെ നമ്മുടെ നഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റും അസോസിയേറ്റ് സ്റ്റാഫിനെയൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്ത് അവരൊക്കെ BLS ട്രെയിൻഡാണ്. അപ്പോൾ അങ്ങനൊരു ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ അപ്പോളോയിലും ഉണ്ട്. ഇപ്പം നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഏതൊരു ഹോസ്പിറ്റലിൽ ചെന്നാലും ഇങ്ങനൊരു ഡിപ്പാർട്ട്മെൻറ്റ് നല്ല ശക്തമായിട്ട് പ്രവർത്തിക്കും. അപ്പം അതൊരു ഇമ്പോർട്ടൻസ് അങ്ങനെ. അതുപോലെ തന്നെ അപ്പോളോയിലെ വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ കെയറാണ്. ക്രിട്ടിക്കൽ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ എമർജൻസി സ്റ്റെബിലൈസ് ചെയ്ത് പിന്നെ പേഷ്യൻ്റ് പോകുന്ന ഒന്നീ അർജൻറ്റായിട്ട് സർജറിക്കായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ പേഷ്യൻ്റ് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലോട്ട് മാറ്റും. അപ്പോൾ അടുത്തൊരു ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് തന്നെ സംഭവിക്കുന്നതാണ് ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ. ക്രിട്ടിക്കൽ കെയർ നമ്മൾ വളരെ ശക്തമായി അപ്പോളോ അഡ്ലക്സിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല സ്റ്റാഫിംഗ് ഉണ്ട്. ഒരു സീനിയർ കൺസൾട്ടൻ്റ് ഉണ്ട്, പിന്നെ 3 കൺസൾട്ടൻസ് ഉണ്ട്, അതുപോലെ തന്നെ രജിസ്ട്രാർസും ഉണ്ട്. അപ്പം ഈ ഡിപ്പാർട്ട്മെൻറ്റും എസ്പെഷ്യലി നമ്മുടെ കോവിഡ് സീസണിൽ ഒരുപാട് വെൻറ്റിലേറ്റഡ് പേഷ്യൻസിനെ നമുക്ക് സുഖപ്പെടുത്താനും അവരെ ഹാപ്പിയാക്കി വീട്ടിൽ വിടാനും നമുക്ക് പറ്റി. അപ്പം ക്രിട്ടിക്കൽ കെയർ വളരെ ഇമ്പോർട്ടൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. നമ്മുടെ അപ്പോളോയിൽ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് അപ്പോളോ ഹൈദരാബാദും അപ്പോളോ ചെന്നൈയായിട്ട് കണക്റ്റഡാണ്. അപ്പോൾ അവർക്ക് ആക്ച്വലി നമ്മുടെ പേഷ്യൻസിന് ഇവിടെ കിടക്കുന്ന കാണാം. നമ്മുടെ ഡോക്ടേഴ്സിന് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചോദിക്കാം. അവരുടെ EICU ഇലക്ട്രോണിക്കലി കണക്റ്റഡാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു പേഷ്യൻ്റ് നമ്മൾ കാണിക്കുകയും അതേ സമയത്ത് അവിടുത്തെ ഡോക്ടർക്ക് ഈ പേഷ്യൻ്റ് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യാനുള്ള സെറ്റപ്പുണ്ട്. അപ്പോൾ അതൊരു നമ്മുടെ അപ്പോളോയുടെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ നമുക്കിപ്പം നെക്സ്റ്റ് സ്റ്റെപ്പായിട്ടായിട്ട് നമ്മൾ ചെറിയ ആശുപത്രിയിലോട്ട് ഈ ഫെസിലിറ്റി കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ EICU പോലത്തെ യൂണിറ്റ്സ് നമ്മൾ അടുത്തുള്ള ആശുപത്രിയിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ EICUയുടെ ഫെസിലിറ്റീസ് അവരെ നമുക്ക് റിമോട്ടായിട്ട് എത്തിക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് ഇത്രയും ഒരു വലിയ കൺസൾട്ടൻസ് ഒന്നും ഇല്ലെങ്കിൽ പോലും അവിടുത്തെ നഴ്സസിനെ നമുക്ക് ട്രെയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ പേഷ്യൻസിന് നമുക്ക് കെയർ കൊടുക്കാൻ പറ്റും. അപ്പം ഈ ഒരു ക്രിട്ടിക്കൽ കെയറിനുള്ള ഈ ഒരു ഫെസിലിറ്റി നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലോ ചെറിയ ഹോസ്പിറ്റലിൽ എത്തിക്കാനും ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എമർജൻസിയിൽ നമുക്കത് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഡോക്ടേഴ്സ് പോയി അറ്റ്ലീസ്റ്റ് 10 ഹോസ്പിറ്റൽസിൽ നമ്മൾ എമർജൻസി സർവീസസ് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പോലെ ക്ലാസ്സുകൾ എടുക്കുകയും അവിടുത്തെ നഴ്സസിനെ ട്രെയിൻ ചെയ്യാൻ ഞങ്ങൾ നോക്കുന്നുണ്ട്. കാര്യം എമർജൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ആ ഒരു ഇനീഷ്യൽ 1 അവറിൽ നമുക്ക് പേഷ്യൻറ്റ് സ്റ്റെബിലൈസ് ചെയ്യുകയും
സ്റ്റേബിളാക്കിക്കൊണ്ട് ഹെമോഡൈനാമിക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഹാർട്ട് അറ്റാക്ക് ആയാലും സ്ട്രോക്ക് ആയാലും അല്ലെങ്കിൽ ട്രോമ ആയിട്ട് വന്നാലും നമുക്ക് ഇവിടെ റോഡ് ട്രാഫിക് ആക്സിഡൻസിൽ നമ്മൾ ട്രോമ പേഷ്യൻസ് വരുന്നുണ്ട്, ഇഷ്ടംപോലെ പേഷ്യൻസ് വരുന്നുണ്ട്. അങ്ങനെ വരുന്ന ട്രോമ പേഷ്യൻസ് അവർക്ക് മൾട്ടി സിസ്റ്റം ഇഞ്ചുറിയാണ് വരുന്നത്. ചിലപ്പോൾ അത് ഹാർട്ടിനാകാം, ലങ്സിനാകാം, ലിവറിനാകാം, അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈനാകാം, അല്ലെങ്കിൽ ഹെഡ് ഇഞ്ചുറി ആകാം. അപ്പോൾ നമ്മളിവിടെ അതിനുള്ള ഒരു ടീം തന്നെയുണ്ട്. അപ്പോൾ ന്യൂറോ സർജനുണ്ട്, പ്ലാസ്റ്റിക് സർജനുണ്ട്, ഗാസ്ട്രോ സർജനുണ്ട്, ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഈ പേഷ്യൻസ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ സ്റ്റെബിലൈസ് ചെയ്യുക. ഈ വരുന്ന പേഷ്യൻസിന് ട്രോമ പേഷ്യൻസ് വളരെ പെയിൻഫുള്ളായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അനസ്തീസിയ ടീം തന്നെ ഉടനെ ചെന്ന് അവർക്ക് പെയിൻ റിലീഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വിത്തിൻ 10 മിനിറ്റ്സ് തന്നെ അച്ചീവ് ചെയ്തിരിക്കും. അപ്പോൾ നെർവ് ബ്ലോക്ക് ആണെങ്കിൽ നെർവ് ബ്ലോക്ക്, അല്ലെങ്കിൽ പെയിൻ റിലീഫിനുള്ള മെഡിസിൻ കൊടുക്കേണ്ടതാണെങ്കിൽ കൊടുത്ത് ഇമ്മീഡിയറ്റ്. അപ്പം പേഷ്യൻറ്റിൻ്റെ കൈയൊക്കെ ഒടിഞ്ഞിരിക്കുകയായിരിക്കും, പക്ഷേ പേഷ്യൻറ്റ് വലിയ വേദനയൊന്നും കാണത്തില്ല. ആ ഒരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതാണ് അപ്പോളുടെ ഒരു ഞങ്ങളുടെ ഒരു പ്രൈമറി സ്ട്രെങ്ത് അത് തന്നെയാണ്. നമ്മളിപ്പോൾ ഏത് മേഖലയിലാണെങ്കിലും അപ്ഡേറ്റഡ് ആകുക എന്ന് പറഞ്ഞത് അതൊരു ഫാക്ടറാണ്. ടെക്നോളജിക്ക് അനുസരിച്ച് ഹോസ്പിറ്റൽസ് ആവാൻ നേരത്ത് ഡോക്ടേഴ്സിനെയും അതുപോലെ തന്നെ പേഷ്യൻസിനും രണ്ടുപേർക്കും ഫേവറബിൾ ആവുന്ന രീതിയിലെ ടെക്നോളജി അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അപ്പോളോ ഹോസ്പിറ്റലിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ടെക്നോളജി അതെങ്ങനെ ഒരു പേഷ്യൻറ്റിനെ ബെനിഫിറ്റ് ചെയ്യുന്നു കൂടി ഒന്ന്. ഈ ടെക്നോളജി ഇംബൈബിങ് എന്ന് പറഞ്ഞുള്ള ഒരു അപ്പോളോയുടെ ഒരു ഫീച്ചറാണ്. അപ്പോൾ നമ്മൾ ചെയർമാൻ്റെ പ്രതാപ് സിംഗ് റെഡ്ഡിയാണ് നമ്മൾ ചെയർമാൻ. പുള്ളിയാണ് ആദ്യം തന്നെ ഇന്ത്യയിൽ കാത്ത് ലാബ് കൊണ്ടുവരികയും അതുപോലെ തന്നെ ഇപ്പം പുള്ളി ചെന്നൈയിൽ പ്രോട്ടോൺ എന്ന് പറഞ്ഞ യൂണിറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒരു ന്യൂവർ ക്യാൻസറിന് വേണ്ടിയിട്ടും ട്യൂമേഴ്സിന് വേണ്ടിയിട്ടും ഒരു പുതിയൊരു ടെക്നോളജി തന്നെയാണ്. എനിക്ക് തോന്നുന്നു സൗത്ത് ഏഷ്യയിൽ തന്നെ ഈ ഒരു യൂണിറ്റ് ചെന്നൈയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ന്യൂവർ ടെക്നോളജി ഈ നമ്മുടെ ഹോസ്പിറ്റൽ പ്രാക്ടീസിൽ ഇൻവോൾവ് കൊണ്ടുവരുന്ന അപ്പോളോടെ ഒരു നമ്മുടെ ഒരു ബ്രാൻഡ് സ്ട്രെങ്ത്താണ്. അത് ഞങ്ങൾ എല്ലാ ഘട്ടത്തിലും അത് നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റ് ഇനിഷ്യേറ്ററായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. ആ നിലയ്ക്ക് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ MRI 3 ടെസ്ല MRI ആണുള്ളത്. അപ്പം 3 ടെസ്ല MRI ഉപയോഗിക്കുമ്പോൾ നമുക്ക് ടിഷ്യൂസിൻ്റെ അനാറ്റമി പെട്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാകുകയും അത് നേരത്തെ എസ്പെഷ്യലി ഓർത്തോപീഡിക്സിനും ന്യൂറോളജി ന്യൂറോ സർജറിക്കും ഈ 3 ടെസ്ല MRIയിൽ നമുക്ക് മോർ ക്ലിയർ പിക്ചർ കിട്ടും. അപ്പം ഫങ്ഷണൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കാനും പെർഫെക്റ്റ് റിപ്പയർ ചെയ്യാനും ഇത് സഹായിക്കും. അപ്പം ടെക്നോളജി നമ്മുടെ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് പേഷ്യൻസിന് റിലീഫ് കൊടുക്കുകയും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന അപ്പോളോടെ ഒരു പ്രത്യേകതയാണ്. അത് ഞങ്ങൾ എല്ലാ ഫീൽഡിലും വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ നോക്കുകയാണെങ്കിൽ കോവിഡിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു റെഡ് ബുക്ക് എന്ന് പറഞ്ഞൊരു മാനുവൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഈ റെഡ് ബുക്കിൽ അത് ഏകദേശം ഒരു 18 പ്രാവശ്യം ഈ ഒരു കഴിഞ്ഞ ഫെബ്രുവരി ആയപ്പോഴല്ലേ നമ്മൾ കോവിഡ് തുടങ്ങിയത് ഇതുവരെ അത് 18 പ്രാവശ്യം റിവൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം കോവിഡിനെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻ വരുന്നതനുസരിച്ച് നമ്മൾ നമ്മുടെ റെക്കമെൻഡേഷൻസ് 18 പ്രാവശ്യം നമ്മൾ റിവൈസ് ചെയ്യുകയും ആ ചേഞ്ചസ് ഒക്കെ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ ഇൻവോൾവ് ചെയ്യിക്കുകയും ആ ചേഞ്ചസ് നമ്മൾ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അപ്പം കോവിഡിനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ചെയ്യുന്തോറും നമുക്ക് സമയം കഴിയുന്തോറും നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ വരികയും നമ്മളതനുസരിച്ച് കൂടുതൽ ചേഞ്ചസും വരുത്താനും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് ഈ പാൻഡമിക്കിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റി. ആസ് എ ഗ്രൂപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പോളോ ഹോസ്പിറ്റൽസിന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ റെക്കമെൻഡേഷൻസ് ഒക്കെ ഞങ്ങളുടെ അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ റെക്കമെൻഡേഷൻസ് ആണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്വീകരിക്കുകയും അത് പിന്നെ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും പറ്റി. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കോവിഡിന് വേണ്ടിയിട്ട് സ്റ്റഡീസ് തന്നെ ഏകദേശം 200ഓളം പേപ്പേഴ്സ് അപ്പോളോ ഹോസ്പിറ്റൽസിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്, റിസർച്ച് പേപ്പേഴ്സായിട്ട്. അപ്പോൾ കോവിഡ് മാത്രം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ 3 ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടും PG ചാണ്ടിഗറും കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പേപ്പേഴ്സ് വന്നിരിക്കുന്നത് അപ്പോളോ ഹോസ്പിറ്റൽസിൽ നിന്നാണ്. അപ്പോൾ ടെക്നോളജി ഇൻവോൾവ് നമ്മുടെ പ്രാക്ടീസിലോട്ട് കൊണ്ടുവരികയും അതുപോലെ തന്നെ റിസർച്ച് ചെയ്യുകയും പുതിയ കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസിലോട്ട് കൊണ്ടുവരാനും അത് ഞങ്ങളുടെ ഒരു കോൺസ്റ്റൻറ്റ് ഡ്രൈവാണ്. അപ്പോൾ ദാറ്റ്സ് എ പാർട്ട് ആൻഡ് പാർസൽ. അതുപോലെ മാർക്കറ്റിൽ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിൽ ലീഡർ ആയിട്ട് നിൽക്കുകയാണ് കുറേ വർഷങ്ങളായിട്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ എപ്പോഴും വാട്ട് അല്ലെങ്കിൽ വെയർ വി വെൻ റോങ് എന്നൊരു റിവൈസ് എപ്പോഴും വേണം. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ക്വാളിറ്റി അഷുറൻസ് ടീം വർക്ക് ചെയ്യുന്നത്?
അത് ഞങ്ങൾക്കൊരു സിസ്റ്റമാറ്റിക് തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പ് ലെവലിൽ ക്വാളിറ്റി മെഷർ ചെയ്യാനും ക്വാളിറ്റി അഷ്വർ ചെയ്യാനും ഒരു ടീം തന്നെ ഉണ്ട്. അപ്പോൾ അതൊരു പ്രത്യേക വെർട്ടിക്കലാണ് ക്വാളിറ്റി ടീം. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ACE 1 ACE 2 എന്ന് പറഞ്ഞൊരു ക്വാളിറ്റി പാരാമീറ്റേഴ്സ് മെഷർ ഉണ്ട്. ഏകദേശം 25 ക്ലിനിക്കൽ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് നമ്മൾ മെഷർ ചെയ്യും. അപ്പോൾ ഒരെണ്ണം ഞാൻ പറഞ്ഞ ഉദാഹരണത്തിന് പറയാം, CABG കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് മരണനിരക്ക്, ICUയിൽ എന്താണ് യൂറിനറി കത്തീറ്റർ ഇട്ട് കഴിഞ്ഞ് ഇൻഫെക്ഷൻ വരുന്നതിൻ്റെ നിരക്ക്, അതുപോലെ തന്നെ വെൻറ്റിലേറ്ററിൽ ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ വെൻറ്റിലേറ്ററിൽ അസോസിയേറ്റ് ന്യൂമോണിയ എത്ര പേർക്ക് വരും, ഇതെല്ലാം നമ്മൾ മെഷർ ചെയ്യാണ്. ഇത് നമ്മൾ കറക്റ്റായിട്ട് മെഷർ ചെയ്താൽ മാത്രമേ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നറിയാൻ പറ്റുള്ളൂ. എവിടെ നിൽക്കുന്നു എന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തൊക്കെ ചെയ്യണം, എന്ത് ചെയ്താൽ ഇത് ഇമ്പ്രൂവ് ചെയ്യുമെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം ഫസ്റ്റ് മെഷർമെൻറ്റ് എല്ലാ ഹോസ്പിറ്റലിലും നടക്കുന്നുണ്ട്. ഞങ്ങൾ അപ്പോളോ അഡ്ലക്സിലും ഇത് എല്ലാ മാസവും നമ്മൾ ഈ ഡേറ്റ കളക്ട് ചെയ്യും. ഈ ഡേറ്റ അനലൈസ് ചെയ്ത് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അതെല്ലാവരും ഗ്രീനിലായിരിക്കണം. നമുക്ക് ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്. ഈ 25 പാരാമീറ്റേഴ്സിൽ നമുക്ക് മാക്സിമം പറ്റാവുന്ന 2 or 3 റെഡ് മാത്രമേ നമുക്ക് അലൗഡ് ഉള്ളൂ. അപ്പോൾ അത് ഡയറക്ടർ മെഡിക്കൽ സർവീസിൻ്റെ ഉത്തരവാദിത്വമാണ് എല്ലാം തന്നെ ഗ്രീനിലും യെല്ലോയിലും തന്നെ നിൽക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഹോസ്പിറ്റലിലേക്ക് വരുന്നത് ഒരു പ്രതീക്ഷയോടെ, ഇപ്പോൾ അസുഖമായിട്ട് വരുമ്പോൾ അത് ക്യൂർ ആവും, സോൾവ് ആവും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയാണ് ഒരു പേഷ്യൻ്റ് വരുന്നത്. അപ്പോൾ ഒരു പേഷ്യൻ്റ് ഒരു പ്രശ്നമായിട്ട് എന്തെങ്കിലും അസുഖമായിട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസസ്സുകൾ, അതായത് ഏതൊക്കെ സ്റ്റേജിലൂടെയാണ് പോകുന്നത്. ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് കേസ് വന്നു കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഇപ്പോൾ ഈ കൊറോണയുടെ സിറ്റുവേഷൻ ഉൾപ്പെടുന്ന ഒരു സമയത്ത് എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സും കാര്യങ്ങളൊന്നും പറയാമോ? ഇത് അപ്പോളോ ഹോസ്പിറ്റൽ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു മാജിക്ക് പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളൊരു ഗ്രൂപ്പിൽ തന്നെ ഒരു മാജിക് ഉണ്ട്. പക്ഷേ അത് സിസ്റ്റമാറ്റിക്കായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തൊട്ട് റിക്രൂട്ട്മെൻറ്റ് മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ റിക്രൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഡോക്ടറിൻ്റെ പ്രൊഫൈൽ നോക്കും, പുള്ളിക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് നോക്കും. അതൊക്കെ സ്റ്റാൻഡേർഡാണ്. അപ്പോൾ നമുക്ക് ഞാൻ DMS ആയതുകൊണ്ട് എനിക്ക് ഒരാളെ പിടിച്ച് സീനിയർ കൺസൾട്ടൻ്റ് ആക്കാനോ അല്ല മറ്റേ ആളെ കൺസൾട്ടൻ്റ് ആക്കാനോ പറ്റില്ല. അതൊക്കെ സെറ്റാണ്. ഇപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞ് 14 വർഷം MD കഴിഞ്ഞാൽ ഒരാളെ സീനിയർ കൺസൾട്ടൻ്റ് ആവുള്ളൂ. പോസ്റ്റ് DM കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞാലേ പുള്ളി കൺസൾട്ടൻ്റ് ആവുള്ളൂ. അപ്പോൾ ഇതൊരു സെറ്റ് പ്രോട്ടോക്കോളാണ്. അപ്പോൾ അതനുസരിച്ച് വരുമ്പോൾ നമുക്ക് ക്വാളിറ്റി ആൾക്കാർ കയറും. ഇതേ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ എല്ലാ ലെവലിലും എടുത്തിരിക്കുന്നത്. നമ്മൾ ടെക്നീഷ്യൻ റിക്രൂട്ട് ചെയ്താലോ അല്ലെങ്കിൽ നഴ്സസിനെ റിക്രൂട്ട് ചെയ്താലോ അതൊരു ക്വാളിറ്റി ആൾക്കാരെ നമ്മൾ എടുക്കുന്നുള്ളൂ. അങ്ങനെ തന്നെ വരുമ്പോൾ ജനറലൈസ്ഡ് ഒരു ക്വാളിറ്റി ലെവൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരും. അപ്പോൾ നിങ്ങൾ ചോദിച്ച പോലെ പേരെന്തായാലും വിഷ്ണു ചോദിച്ച പോലെ ഇപ്പോൾ ഒരു ട്രോമയായിട്ടൊരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ എമർജൻസിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ആംബുലൻസിൽ റിസീവ് ചെയ്യുന്ന ആളെ തൊട്ട് ട്രെയിൻഡാണ്. അയാളെ എങ്ങനെ റിസീവ് ചെയ്യണം. അപ്പോൾ ഹെഡ് ഇഞ്ചുറി ഉള്ള മനുഷ്യനാണ് അല്ലെങ്കിൽ നെക്കിന് ഇഞ്ചുറി ഉണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യാൻ അവർക്കറിയാം. അപ്പോൾ അങ്ങനെ സേഫായിട്ട് ആ ആംബുലൻസിന് എങ്ങനെ ഇറക്കണം അത് ട്രെയിൻഡാണ്. എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് സിക്നസ് അനുസരിച്ച് അവരെ ട്രയൽ ചെയ്യും, ഏത് ഏരിയയിലോട്ടാണ് കൊണ്ടുപോകേണ്ടത്. ട്രയൽ ചെയ്യുമ്പോൾ സീരിയസ് ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ സോണുണ്ട്, ആ സോണിങ്ങിലോട്ട് പോകും. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എമർജൻസി ആയിട്ട് പേഷ്യൻ്റെ വൈറ്റൽസ് സ്റ്റെബിലൈസ് ചെയ്യേണ്ടാവും. പിന്നെ എന്താ അണ്ടർലൈൻ കണ്ടീഷൻ അനുസരിച്ച്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബേൺസ് ആണെങ്കിൽ ബേൺസിൻ്റെ ആൾ ഡോക്ടർ വരും, അല്ലെങ്കിൽ ട്രോമ ആണെങ്കിൽ ട്രോമയുടെ ടീം ആക്ടിവേറ്റ് ആവും. അപ്പം ഏതൊക്കെ സിസ്റ്റത്തിൽ ഇഞ്ചുറി ഉണ്ട് അതിന് വേണ്ടി ഇൻവെസ്റ്റിഗേഷൻസ് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും, സ്ക്രീനിങ് നടക്കും. അതുപോലെ തന്നെ പുള്ളിക്ക് ബ്ലഡ് വേണമെങ്കിൽ ഉടനെ സാമ്പിൾ പോയിരിക്കും. എക്സ്റേസ് എടുക്കേണ്ടതാണ് എക്സ്റേ എടുക്കും. ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. അപ്പോൾ നമ്മളൊരു ഏകദേശം ഒരു 15-20 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് പേഷ്യൻറ്റിന് ഒരു ഓവറോൾ എന്താണ് സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാവും. അപ്പോൾ തന്നെ ഫാമിലിക്ക് ഒരു കോൺഫിഡൻസ് വരും. ഇവിടെ വന്ന എന്തെങ്കിലുമൊക്കെ അവർ മുന്നോട്ട് നോക്കുന്നുണ്ട്. ഇതിനൊരു ഒരു ഡയറക്ഷൻ വരും. അപ്പോളോ ഹോസ്പിറ്റലിൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേഷ്യൻ്റ് എമർജൻസി വന്നാൽ അതിൻ്റെ കൺസൾട്ടൻറ്റ് തന്നെ വന്ന് കാണണം. അല്ലാതെ ഒരു ജൂനിയർ ഡോക്ടർ മാത്രമല്ല, ഡയറക്റ്റ്ലി പേഷ്യൻ്റ് അഡ്മിറ്റ് ആവുന്ന ഒരു കൺസൾട്ടൻ്റെ പേരിലാണ്. അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റി കൺസൾട്ടൻ്റ് ആ സെക്കൻഡ് അപ്പോൾ ഡ്യൂട്ടി റോട്ടയിൽ ഇപ്പോൾ പീഡിയാട്രിക്സിൽ ഒരു പർട്ടിക്കുലർ ഡോക്ടറാണോ, ഡോക്ടർ രമേശ് ആണ് കോണെങ്കിൽ ആ ഡോക്ടർക്ക് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വം അപ്പോഴേ അസൈൻ ചെയ്തിട്ടുണ്ട്. കണ്ടിരിക്കണം. ഇല്ലെങ്കിൽ പുള്ളിയുടെ ജൂനിയറെങ്കിലും കണ്ടിട്ട് പുള്ളി അപ്രൈസ്ഡ് ആയിരിക്കണം. അപ്പോൾ നാളെ ഞാൻ വിളിച്ച് ചോദിക്കും. ഇപ്പോൾ ഒരു പേഷ്യനെ പറ്റി ആരെങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ ഡയറക്റ്റ്ലി ഡോക്ടർ രമേശ് വിളിച്ചായിരിക്കും ചോദിക്കുന്നത്. ഡോക്ടർ രമേശ് അല്ലെങ്കിൽ മറ്റൊരു ഡോക്ടർ വിളിച്ച് ചോദിക്കുക എന്താണെന്ന് പുള്ളി അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു അസൈൻമെൻറ്റും അവിടെ കറക്റ്റായിട്ട് അസൈൻ ചെയ്യുകയും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഹാൻഡ് ഓവർ ചെയ്യുകയും
ആ കെയർ അത്രയും ടൈമിനുള്ളിൽ ഡെലിവറി ചെയ്യുകയും ചെയ്തിരിക്കും. അപ്പോൾ അത് കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്കൊരു ട്രാക്ക് റെക്കോർഡ് വരികയും അതിനൊരു റെപ്യൂട്ടേഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കാനും പറ്റുന്നത്, ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഞങ്ങൾ ലാസ്റ്റ് 1 ഇയർ കൊണ്ട് നമ്മളത് അതിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു അപ്പോളോ ചെന്നൈ പോലെയോ അല്ലെ അപ്പോളോ ഹൈദരാബാദ് പോലെയോ ഒരു വർഷം കൊണ്ടൊന്നും എത്തൂല. അവർ 25-30 വർഷമായി. നമ്മളൊരു 3-4 വർഷം കൊണ്ട് അവിടെ എത്തും. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഫാക്ടേഴ്സാണ് ഈ ഹോസ്പിറ്റലിൻ്റെ സ്മൂത്ത് ആൻഡ് സക്സസ് റണ്ണിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞ പോലെ 3 വർഷം കൊണ്ട് അച്ചീവ് ചെയ്യേണ്ട ഗോള് അതിക്ക് മുന്നേ അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ. ആൻഡ് താങ്ക് യു ഫോർ യുവർ ടൈം സാർ, ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു. മോസ്റ്റ് അഡ്വാൻസ് ടെക്നോളജിയോട് കൂടിയ അപ്പോളോ അറ്റ്ലക്സ് ഹോസ്പിറ്റലിൻ്റെ വിവരങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. വരും ആഴ്ചകളിൽ നിങ്ങൾ കാത്തിരിക്കുന്ന വിവരങ്ങളുമായി ഞങ്ങൾ തിരിച്ചെത്താം.